ചില ആൾക്കാർ അത്യാവശ്യം ദൈവ വഴികളിൽ വന്നിട്ട് കാര്യം കണ്ടിച്ച് പിന്നെ അവരുടെ ലോക വഴികളിലേക്ക് അവർ പോകും. അത് വർക്കൗട്ട് കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് പരമാവധി ജീവിതം ട്യൂൺ ചെയ്യണ ദൈവ വഴികളിലൂടെ ആകാൻ, അല്ല കുറച്ച് കാപട്യവും കുറച്ച് കള്ളത്തരവും കുറച്ച് സത്യവും, അങ്ങനെ നമുക്ക് ദൈവവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ അപ്പനുമായിട്ട് വേണേൽ അങ്ങനെ പോകാൻ പറ്റും. സ്വന്തം അപ്പൻ ഭാഗോടമ്പടിയൊക്കെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചില അപ്പന്മാർക്ക് വലിയ ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് പണ്ട് വസ്തു തന്നതായിരിക്കും ലോൺ എടുക്കാൻ വേണ്ടി വസ്തു തന്നാണെങ്കിലും അപ്പൻ ചിലപ്പോൾ അത് മറന്നു പോകും. ഭാഗോടമ്പടി അത് കൂട്ടാതെ ആയിരിക്കും തുല്യമായിട്ട് വീതിക്കണത്. നിങ്ങൾക്ക് പറയാം, അപ്പ എനിക്ക് തന്നതാണല്ല. നിങ്ങൾ പറയത്തില്ല. ഉടമ്പടി എടുത്താലും പറയത്തില്ല. അപ്പം കള്ളി എപ്പോഴും കള്ളി തന്നെയായിരിക്കും. അതാണ് എൻ്റെ വിഷയം. അതെപ്പോഴും നമ്മൾ ദൈവവുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണത്. അത് സൂക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് പറയത്തുള്ളൂ. നിനക്ക് ലോൺ എടുക്കാൻ വേണ്ടി 16 കൊല്ലം മുമ്പ് അപ്പൻ ആ സ്ഥലം തന്നതല്ലേ, 10 സെൻറ്റ്. പരിശുദ്ധ അത് സത്യമല്ലേ? അപ്പം നീ അതിപ്പോൾ അപ്പം പറയണ്ടേ? അല്ലെങ്കിൽ പിന്നെ അനിയന് കുറഞ്ഞു പോകത്തില്ലേ? അപ്പം നീ ഇപ്പം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നീ എന്താ ചെയ്യണം? അനിയനെ ചതിക്കാണ് ചെയ്യണത്. എന്നാൽ ഉടമ്പടി 8 പുതുക്കിയിട്ടുമുണ്ട്. അതാണ് വിഷയം. ഇത് രണ്ടും 2 വഴികളാണ്. ഉടമ്പടി 8 പുതുക്കിയിട്ടുണ്ട്, പക്ഷേ അനിയനെ ചതിക്കുന്നതിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അതാ ആ വഴി പോലെ നടക്കും. ആ വിഷയത്തിൽ ശങ്കരൻ തെങ്ങേ തന്നെ തമ്മിൽ കൂട്ടിക്കുഴക്കത്തില്ല. ദൈവ വഴികളെന്ന് പറയുന്നത് കറക്റ്റ് ദൈവ വഴികൾ മാത്രമാണ്. ഇപ്പം നോട്ട് ബൈ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അവളുടെ പേരെന്ന കുഞ്ഞിൻ്റെ പേരെന്ന എലിസബത്ത് ജീനയുടെ വചനം എന്താ? ആ കെ എന്ന് പറഞ്ഞപ്പോൾ ആ കെ അവൾക്ക് ആഴ്ച തന്നെ ഏജൻസിന് കിട്ടി. കെയുടെ പ്രൊസീജിയർ ചെയ്ത് അവൾ ജർമ്മനിയിലാണിപ്പോൾ. സ്പീഡാണ്, ടക്കാണ് സ്പീഡാണ്. കർത്താവിൻ്റെ കയ്യിൽ എല്ലാ വിഷയത്തിൻ്റെ നോട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ എലിസബത്ത് ജീനയ്ക്ക് കൊടുത്തിരിക്കുന്ന മെസ്സേജ് കെ ആണ് നീ സെലക്ട് ചെയ്യേണ്ട ഏജൻസിയുടെ ഫസ്റ്റ് നമ്പറേ. അത് പറയുമ്പോഴേ ഇവൾക്ക് കേൾക്കുമ്പോൾ അവൾക്ക് ആന്തരിക ബോധ്യം ഉണ്ടാവും. ഈ കേൾവിയുടെ പ്രശ്നം, ആ വചനം എനിക്കാണോ എന്നറിയണമെങ്കിൽ ആന്തരിക ബോധ്യം ഉണ്ടാകും നമുക്ക്. അതിലൂടെയാണ് നമ്മൾക്കാണ് ആ വചനം നമ്മളെയാണ് ടാർഗറ്റ് ചെയ്യണത്, അഡ്രസ്സ് ചെയ്തിരിക്കണമെന്ന്